ടൂൾ ബാറിൽ നമുക്കിതുപോലെ കുറച്ച് ടൂൾസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ടൂളിൽ നോക്കുമ്പോൾ അതിൽ താഴേക്ക് ഒരു ആരോ മാർക്ക് ഇതുപോലെ കാണും. ഈ ആരോ മാർക്കിൽ ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ അകത്ത് 3 ടൂൾസ് കാണും. അതിൽ ടിക്ക്, അതായത് ഇതുപോലെ ടിക്ക് ഇട്ടേക്കുന്നില്ലേ, ഏത് ടൂളിൻ്റെ നേരെയാണോ ടിക്ക് ആക്റ്റീവ് ആയിരിക്കുന്നത് അതിനർത്ഥം ആ ടൂളാണ് ആക്റ്റീവ് വന്നു. ഇപ്പോൾ താഴത്തെ ഹാൻഡ് ടൂൾ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോണം, അതിനർത്ഥം ആ ടൂളാണ് ആക്റ്റീവ് വന്നു. അതുപോലെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാനിവിടെ സെക്ഷൻ ടൂളാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെക്ഷൻ ടൂളാണ് ടിക്ക് കിടക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ആ ടൂളാണ് ആക്റ്റീവ്. ഇവിടെ ഫസ്റ്റുള്ള ടൂൾ എന്ന് വെച്ചാൽ മൂവ് ടൂളാണ്. മൂവ് ടൂളാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂൾ ആക്റ്റീവ് ആവും. മൂവ് ടൂളിൻ്റെ ഉപയോഗം നോക്കിക്കോണം. ഇവിടെ ഇതുപോലെ ഒരു 3 ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, 3 ട്രയാങ്കിൾ, 3 റെക്റ്റാങ്കിൾ ഞാൻ ഇവിടെ ഇനി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മൂവ് ടൂളിനെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യേണ്ടത്. മൂവ് ടൂളിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി വയ്ക്കാം. ഇതിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണമെന്നില്ല. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ മൂവ് ടൂൾ ആയിരിക്കും. ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഡിസൈൻ പ്രോപ്പർട്ടിയൊക്കെ ഒരു ഡിസൈൻ എലമെൻറ്റിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടി മൂവ് ടൂളാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുപോലെ മാറ്റി വയ്ക്കുന്നു. പിന്നെ ഉള്ളത് ഹാൻഡ് ടൂളാണ്. ഹാൻഡ് ടൂള് നമുക്കിതുപോലെ ടൂള് പ്രസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ ഞാൻ മൂവ് ടൂളാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്, മൂവ് ടൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മൂവ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് V ആണ്, ഹാൻഡ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് H ആണ്. അപ്പോൾ ഈ മൂവ് ടൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. എനിക്കിപ്പോൾ ഹാൻഡ് ടൂൾ ഉപയോഗിക്കണം. ഹാൻഡ് ടൂളിൻ്റെ ആ ഷോർട്ട് കട്ട് H ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ഹാൻഡ് ടൂൾ ഉപയോഗിക്കണം. അത് ചെയ്യാൻ വേണ്ടി 3 രീതിയുണ്ട്. ഒന്ന്, നമുക്കെന്താ സ്പേസ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് H പ്രസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടൂൾ ആക്റ്റീവ് ആവും. നമുക്ക് ഇതുപോലെ ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രീതി സ്പേസ് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മൂവ് ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ ടൂളാണ്. സ്കെയിൽ ടൂളിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് വലുതാക്കിയാലും പ്രപ്പോർഷണലായിട്ടേ വലുതാവുള്ളൂ. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ സ്ട്രോക്കും ഷാഡോസും ഉൾപ്പെടെ ആയിരിക്കും ഇത് വലുതാവുന്നത്. അതാണ് സ്കെയിൽ ടൂളിൻ്റെ ഒരു ഉപയോഗം. അടുത്ത പ്രധാനപ്പെട്ട ടൂൾ ഫ്രെയിം ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഡിസൈൻ പ്രോപ്പർട്ടിയിൽ ഒരുപാട് ഓപ്ഷൻസ് ആക്റ്റീവ് ആവും. ഫ്രെയിം ടൂളിൻ്റെ ഷോർട്ട് കട്ട് F ആണ്. ഈ പ്രോപ്പർട്ടി നോക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഫോണിൻ്റെ കുറേ ഡീഫോൾട്ട് സൈസ് നമ്മൾ കാണിച്ചു തരും. 2 ടാബ്ലറ്റ് ഫോണിൻ്റെ സൈസ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൻ്റെ സൈസ്, പിന്നെ നമ്മളെ പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈസ്, വാച്ചിൻ്റെ സൈസ്, അതുകൂടാതെ നമ്മളെ പേപ്പറിൻ്റെ സൈസ് ഉണ്ട്, A4 A3 അതല്ല, ആ പേപ്പർ സൈസ്, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സിൻ്റെ സൈസ്, പിന്നെ നമ്മളെ ഫിഗ്മ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യേണ്ട ബാനേഴ്സ്, ഐക്കൺസ്, പ്ലഗിൻ്റെ ഫയൽ കവർ, അതിൻ്റെയൊക്കെ സൈസ് ഇവിടെ ഡീഫോൾട്ടായിട്ട് തന്നെ ഉണ്ട്. ആപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെയോ ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെയോ ഇൻ്റർഫേസ് മാത്രമല്ല, നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് വരെ നമുക്ക് ഫിഗ്മയിൽ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാനൊരു ഫോണിൻ്റെ ഇത് ഡ്രോപ്പ് ഡൗൺ മെനു സെലക്ട് ചെയ്തതിന് ശേഷം ഡിസൈൻ്റെ സൈസിൽ ഡിസൈൻ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈൻ ഫ്രെയിം സൈസിൽ ഇവിടെ അത് ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ പേര് മാറ്റണം. ഇത് നമ്മുടെ ക്രിയേറ്റ് ആവും തന്നെ ഇവിടെ ലെയർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. ഇനി ഇതിൻ്റെ പേര് നമ്മളിവിടെ മാറ്റണം. ഇവിടെ നോക്കിക്കണം, iPhone 6 Pro ആണ് ഇവിടെ ഉള്ളത്, ഇവിടെയും iPhone 6 Pro Max ആണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇവിടെ വന്നിട്ട് റീനെയിം ചെയ്യുകയാണ്. ഞാനിവിടെ ഡെമോ 1 2 3 എന്ന് കൊടുക്കുകയാണ്. നോക്കൂ, ഇവിടെയും പേര് മാറി, ഇവിടെയും പേര് മാറി. ഫ്രെയിംസിൻ്റെ പേര് മാറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ ഫ്രെയിമിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഡിസൈൻസ് എല്ലാം ചെയ്യുന്നത്. ബട്ടൺ ആയിരുന്നാലും ഐക്കൺസ് ആയിരുന്നാലും വെബ്സൈറ്റിൻ്റെയോ ആപ്പിൻ്റെയോ ഇൻ്റർഫേസ് ഒക്കെ ചെയ്യുന്നത് ഈ ഫ്രെയിംസിലാണ്. ഫ്രെയിംസ് വളരെയധികം ഉപയോഗമുള്ളൊരു സാധനമാണ് ഫിഗ്മയിൽ. ഇനിയുള്ളത് ഷേപ്പ് ടൂളാണ്. ഇതിൻ്റെ വിശദമായ വേറെ ചാപ്റ്റർ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇതിൽ കുറച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഷേപ്സ് ഉണ്ട്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ റെക്റ്റാങ്കിൾ ടൂളായിരിക്കും. റെക്റ്റാങ്കിൾ ടൂളിൻ്റെ ഷോർട്ട് കട്ട് R ആണ്.
റെക്റ്റാങ്കിൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് റെക്റ്റാങ്കിൾ ഇവിടെ കിട്ടും. ഓക്കെ, അതാണ് റെക്റ്റാങ്കിൾ ടൂളിൻ്റെ ഒരു ബേസിക്കായിട്ട് ഡ്രോ ചെയ്യാനുള്ള കാര്യമാണത്. ഈ റെക്റ്റാങ്കിൾ നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ ആക്റ്റീവ് ആവും. അടുത്ത പെൻ ടൂളാണ്. ഒരു വെക്റ്റർ ഡ്രോയിങ് ടൂളാണ് പെൻ ടൂൾ. മറ്റുള്ള സോഫ്റ്റ്വെയർസൊക്കെ അറിയാമെങ്കിൽ അതിലൊക്കെ എല്ലാ സോഫ്റ്റ്വെയർസിലും ഉണ്ടല്ലോ, ഇൻസ്റ്റാളേറ്റർ ആയിരുന്നാലും ഫോട്ടോഷോപ്പിലായിരുന്നാലും നമ്മുടെ കോർഡ്രോയിലൊക്കെ ഇതുപോലത്തെ ടൂൾ കാണും. ഇത് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വെക്റ്റർ ഡ്രോയിങ്സ് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അടുത്തത് ടെക്സ്റ്റ് ടൂൾ. ടെക്സ്റ്റ് ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി അല്ലേ? ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നത് സാധാരണ രീതിയിൽ. എല്ലാത്തിലും അങ്ങനെ, എല്ലാ സോഫ്റ്റ്വെയർസിലും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലങ്ങനെ വേറെ മാറ്റമൊന്നുമില്ല. നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ നമുക്കിവിടെ ഫോർമാറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ടെക്സ്റ്റിൻ്റെ തന്നെ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ ടൈപ്പോഗ്രാഫിയിൽ കാണും. അത് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഉള്ളത് കമൻറ്റ് ടൂളാണ്. കമൻറ്റ് ടൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പർട്ടിക്കുലർ ഡിസൈനിൽ നമുക്ക് ഡെവലപ്പേഴ്സിൻ്റെ വേറെ ഡിസൈനേഴ്സിൻ്റെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കമൻറ്റ് ടൂൾ. ജസ്റ്റ് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു മെസ്സേജിൻ്റെ ഒരു ബോക്സ് ഇതുപോലെ ഓപ്പണായി വരും. നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആർക്കാണോ മെൻഷൻ ചെയ്യേണ്ടത് അവർ നമുക്ക് ഇതുപോലെ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പം വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ആരെയും എഴുതി കാണിക്കില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇമോജീസ് കൂടെ അതുപോലെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇമേജസും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ടില്ല, അവിടെ നമ്മുടെ കമൻ്റ് അവിടെ പിന്നായിട്ടുണ്ട്. ഇനി അതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക. ഈ ഇൻഡു മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ട് കാണുന്നില്ലേ, അവിടെ വന്നിട്ട് ഡിലീറ്റ് ത്രെഡ് കൊടുത്താൽ മതി. അതങ്ങ് ഡിലീറ്റ് ആയിപ്പോയിക്കോളും. ഇനിയുള്ളത് ഡെവ് മോഡാണ്. ഡെവ് മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിന് വേണ്ടിയുള്ള ഒരു മോഡാണ്. നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡെവലപ്പർ മോഡിലേക്ക് കടക്കും. ആ സമയത്ത് നമുക്കിവിടെ ഡിസൈൻ പാനലിലും കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അത് നമുക്ക് പെയ്ഡ് വെർഷനിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് ഡെവലപ്പേഴ്സിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു രീതിയാണത്. അപ്പോൾ ഈ കോഴ്സ് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് ഡിസൈനിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കാം. ഇനി ഇതിൽ കുറച്ച് ഐക്കൺസിനെ പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന നമ്മുടെ ഈ ലേഔട്ടിൽ, ഈ ഇൻ്റർഫേസിൽ കുറച്ച് ചെറിയ ഐക്കൺസ് ഉണ്ട്. അത് എന്തിനെയാണ് സൂചിപ്പിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ആണ്. പ്ലസ് എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ഇവിടെയും വരും. ഡിസൈൻ പാനലിൽ ഒരുപാട് കാണിക്കും. അവിടെ നമ്മളിപ്പോൾ ഫില്ലാണെങ്കിൽ പുതിയ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കാം. മൈനസ് ആണെങ്കിൽ ഞാൻ ഇവിടെ പോയി കളർ ഫില്ല് ചെയ്ത് കൊടുത്തു. മൈനസ് ആണെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത കളറിനെ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫില്ല് ചെയ്ത വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ വേറെ എന്തെങ്കിലും ഒരു ഡിസൈനിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മൈനസ്. മൈനസ് അടിച്ചപ്പോൾ കണ്ടില്ല, ആ കളർ പോയി കണ്ടില്ലേ. പിന്നെ ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ട്. ഐ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഹൈഡ് ചെയ്യാൻ വേണ്ടി പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി. അത് ഫില്ലിലും കാണും. ഇതുപോലെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. കണ്ടേ, ഇതുപോലെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. കളറിപ്പോൾ ഫില്ല് മാത്രമേ പോയിട്ടുള്ളൂ, ഇതിപ്പോൾ സ്ട്രോക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അത് കണ്ണിൻ്റെ ഒരു ഐക്കൺ ഉപയോഗിക്കുന്നത്, ഐ ഐക്കൺ ഉപയോഗിക്കുന്നത് ഹൈഡ് ചെയ്യാൻ വേണ്ടി, വിസിബിൾ ആകാൻ വേണ്ടി മാത്രമാണ്. ഇനി ലോക്കിൻ്റെ ഉണ്ട്. ലോക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ലെയറിൻ്റെ തൊട്ട് മുകളിൽ കണ്ട കൊലാപ്സ് ലെയർ കാണുന്നുണ്ടോ? ഇതിനെ ആക്റ്റീവ് ആക്കുമ്പോൾ ഈ കൊലാപ്സ് ലെയർ ഇവിടെ ആക്റ്റീവായി വരും. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടാ ഈ ലെയറിൻ്റെ അകത്തുള്ള ഈ ഫ്രെയിമിൻ്റെ അകത്തുള്ള എല്ലാ ലെയറും കൊലാപ്സ് ആവും. ഇതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ച് ഈ ഐക്കൺ ആക്റ്റീവായിട്ട് വരും. ഓക്കെ. പിന്നെ ഇവിടെയും ചെറിയൊരു ഐക്കണുണ്ട്, ഷെവറോൺ ഐക്കൺ എന്നാണ് പറയുന്നത്. കാരണം അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെയേഴ്സിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഹൈഡാകും. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെയേഴ്സിനകത്തുള്ള എല്ലാ കാര്യവും ഓപ്പണായി വരും. ലെയേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് വരുന്നുണ്ട്. ഇനിയുള്ളത് നമ്മൾ ഈ 4 ഐക്കണാണ്. ഇത് നമ്മൾ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ പുതിയ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. സ്റ്റൈൽസോ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസോ അങ്ങനത്തെ കുറച്ച് പ്രീസെറ്റ്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു 4 ഐക്കൺ. ഈ 4 ഡോട്ടുള്ള ഐക്കൺ.
അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ്. പിന്നെ ഇവിടെ കാണുന്ന ഡയമണ്ട് ഐക്കൺ, അത് കോമ്പണൻസിനെ സൂചിപ്പിക്കുന്നു. റെക്റ്റാങ്കിൾ ഇപ്പോഴത്തെ ഒരു ഡയമണ്ട് ഐക്കണും കാണുന്നില്ല. ഞാനിപ്പോൾ കോമ്പണൻ്റ് ആക്കിക്കൊണ്ട് അങ്ങനെ ആയതാണ്. കോമ്പണൻസിന് മാത്രം പ്രത്യേക ചാപ്റ്റർ ഉണ്ട്, അപ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി ഇതിലുള്ള നോക്കി പോകണം. നമ്മുടെ ഈ ഒരു ചിഹ്നമാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നിന്ന് യൂട്യൂബ് വീഡിയോസ് ട്യൂട്ടോറിയൽസൊക്കെ നമുക്ക് ഇവിടുത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഞങ്ങൾ കാണിക്കാൻ വന്ന വേറെ ഒന്നുമല്ല, കീബോർഡ് ഷോർട്ട് കട്ട് Ctrl+Shift ക്വസ്റ്റ്യൻ മാർക്കാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇതിൽ നമുക്ക് നമ്മളെ ഷോർട്ട് കട്ട്സ് എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച ഷോർട്ട് കട്ട്സ് എല്ലാം ഇതുപോലെ ബ്ലൂ കളറിൽ കാണിക്കും, ഉപയോഗിക്കാത്ത ഷോർട്ട് കട്ട്സ് എല്ലാം ഇതുപോലെ ബ്ലാക്ക് കളറിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട്സാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഷോർട്ട് കട്ട്സ് നമ്മൾ ഇവിടെ നോക്കി പഠിച്ച് നമ്മൾ ഓരോ ഡിസൈനിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ.